ഞാൻ ഡോക്ടർ MP മണി. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അന്നനാളത്തിലൂടെ ഇത് ആമാശയത്തിലെത്തുന്നു. ഈ അന്നനാളം ആമാശയവുമായി കൂടിച്ചേരുന്ന ഭാഗത്ത് വൃത്താകൃതിയിൽ പേശികളാൽ നിർമ്മിതമായ ഒരു സംവിധാനമുണ്ട്. നമ്മൾ കഴിച്ച ആഹാരമായാലും പാനീയങ്ങളായാലും ഇത് ഈ അന്നനാളത്തിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഈ പേശികളുടെ സംവിധാനം. അത് വൃത്താകൃതിയിലാണ്. പ്രധാന ധർമ്മം ഇതാണ്: നമ്മൾ കഴിച്ച ആഹാരം വീണ്ടും തിരിച്ചു വരരുത്. അതാണ് ഇവിടെ ഈ സംവിധാനത്തിൽ ചിലപ്പോൾ അണുബാധകളുടെ ഭാഗമായി നീർക്കെട്ടുണ്ടാകാം. നീർക്കെട്ടുണ്ടാകുമ്പോൾ ഈ സംവിധാനത്തിന് വാൽവ് പോലെയുള്ള പ്രവർത്തനം നടക്കാതെ വരും. അപ്പോഴാണ് ഈ നല്ല ദഹനപ്രക്രിയയ്ക്ക് സഹായിക്കുന്ന അമ്ലങ്ങൾ ആമാശയത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരും. ഇത് അന്നനാളത്തിലെ അകത്തെ ആ നേർത്ത പാടയിൽ ചെറുതായ പൊള്ളലുകൾ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അപ്പോഴാണ് നമ്മൾ നെഞ്ചരിച്ചൽ എന്ന് പറയുന്ന പ്രശ്നം അനുഭവപ്പെടുന്നത്. നെഞ്ചരിച്ചൽ അനുഭവപ്പെടുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ രസതന്ത്രം എന്താണെന്ന് പലരും അന്വേഷിക്കാൻ മെനക്കെടാറില്ല. ഇത് ഗ്യാസാണ് എന്നാണ് ഇപ്പോഴും കൂടുതൽ പേരും സ്വയം പറയാറുള്ളത്. ഗ്യാസ് ഇത് അനുഭവപ്പെടുമ്പോൾ നേരെ മരുന്ന് കടയിൽ പോയിട്ട് ഗ്യാസിൻ്റെ ഗുളികകൾ വാങ്ങി കഴിക്കും. കുറേ ആൾക്കാർ മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട്, കുറേ ആൾക്കാർ ആയുർവേദ കടയിൽ പോയിട്ട് പറയുന്നൊരു ഭാഷയുണ്ട്: ഗ്യാസിൻ്റെ ഒരു ഡോസ് വരുന്നത്. ഒരു ഡോസ് അതാണ് അവരുടെ ഭാഷ. അങ്ങനെ അരിഷ്ടങ്ങൾ കൂടുതൽ ചിലർ പറയുക ഇന്ന അരിഷ്ടം വേണമെന്ന് പേര് പോലും പറയാറുണ്ട്. അത് കുടിച്ചിട്ട് അവർ പോകും. ഇത് ഒരു ചെറിയ പ്രശ്നമല്ല. ഇത് ഗ്യാസ്, ഇവരോടൊക്കെ ആദ്യമേ പറയാനുള്ളത്, ഗ്യാസ് എന്നൊരു വാക്ക് ഒരു വൈദ്യശാസ്ത്ര പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് ഗ്യാസൊന്നുമല്ല. ഇത് ഈ അന്നനാളത്തിലേക്ക് ഈ അമ്ലം കയറിയിട്ട് അവിടെ ചെറിയ രീതിയിൽ പൊള്ളലേൽക്കുകയാണ്. ഇത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ജനങ്ങൾക്ക് ഇതിന് പറയാൻ പേരുകൾ വേറെയുണ്ട്. ഗ്യാസ് എന്ന് പറയും, ചിലർ അസിഡിറ്റി എന്ന് പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ട് ഇവരുടെ സ്വയം ചികിത്സിക്കും. ചിലർക്ക് ഇത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി രാത്രി കിടന്നാൽ ചുമയുണ്ടാവും. ഈ ചുമ എന്ന് വെച്ചാൽ തൊണ്ടയിലൊരു അസ്വസ്ഥത തോന്നുക, ചുമയ്ക്കുക. തൊണ്ടയിൽ ചിലർക്ക് ആഹാരം കഴിക്കുമ്പോൾ അത് തടയുന്ന പോലെ ചെറിയ ഫീലിംഗൊക്കെ ഉണ്ടാവും. ഇത് അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ, അശാസ്ത്രീയമായി ചികിത്സിച്ചാൽ ഇതിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും. ഒരുപാട് പേരിൽ ഈ അസ്വസ്ഥതയുടെ ബാക്കി പത്രമായിരിക്കും അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസർ. അപ്പം ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഗ്യാസാണെന്ന് പറഞ്ഞ് ചികിത്സിച്ചു. ഗ്യാസാണെന്ന് പറഞ്ഞാൽ ആരും ചികിത്സിച്ചു? ഡോക്ടർ ചികിത്സിച്ചില്ല, അവർ സ്വയം ചികിത്സിച്ചതാണ്. ഗ്യാസാണെന്ന് പറഞ്ഞ് ചികിത്സിച്ച് അവസാനം ഇത് ക്യാൻസറായിട്ട് മാറും. ചിലർക്ക് ഇതാകുമ്പോൾ വായിൽ തൊലി പോകാറുണ്ട്, ചിലർക്ക് വായ്പുണ്ട് വരാറുണ്ട്, അത് വേറെ പ്രശ്നങ്ങൾ. ഇവിടെ നെഞ്ചരിച്ചിൽ കാണുമ്പോൾ, നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഡോക്ടറോട് പോയി പറയുകയും വേണം. ഡോക്ടർ എന്തെങ്കിലും പരിശോധനകൾ പറഞ്ഞാൽ അതനുസരിക്കണം. ഇതോടൊപ്പം ഈ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ചില ലളിതമായ ചില പഴയ നാട്ടറിവുകൾ ആകുകയും ചെയ്യാം. നമ്മൾ ആഹാരം കഴിക്കുന്നതിന് ഒരു 1-1.5 മണിക്കൂർ മുമ്പ് ഒരല്പം പച്ച നാളികേരം ചവച്ചിറക്കുന്നത് നല്ലതാണ്. അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പലർക്കും. വേറൊന്ന് ചെയ്യാവുന്നത്, ഈ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഈ കട്ടിലിൻ്റെ തലഭാഗത്ത് വയ്ക്കുന്ന കാലൊരു 10 സെൻറ്റിമീറ്റർ ഉയർത്തി വയ്ക്കാം. അപ്പോൾ ഇത് മുകളിലേക്ക് കയറാനുള്ള സാധ്യത കുറയും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ആഹാരത്തിൻ്റെ കൂടെ കാപ്പിയോ ചായയോ വെള്ളമോ കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ വെള്ളം കുടിക്കുമ്പോൾ ഈ ദഹനരസങ്ങളൊക്കെ നേർപ്പിച്ചു പോകും. പിന്നെ നമുക്ക് ദഹനം നടന്നെങ്കിൽ വേറെ ദഹനരസങ്ങൾ ഉണ്ടായിട്ട് വേണ്ടി സമയമെടുക്കും. ഒരുപാട് പേരിൽ ദഹനേന്ദ്രിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ആഹാരത്തിൻ്റെ കൂടെ വെള്ളമോ കാപ്പിയോ ചായയോ കുടിക്കുന്നതാണ്. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. വെള്ളം 1 മണിക്കൂർ മുമ്പ് കുടിക്കാം, ആഹാരം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം കുടിക്കാം. അത് ആരോഗ്യപരമാണ്. മറ്റത് ചെയ്യരുത്. വേറൊരു കാര്യം, നമ്മൾ ആഹാരം കഴിച്ചതിൻ്റെ തൊട്ട് പുറകെ മധുരം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പ്രധാന ആഹാരം എന്ന് വെച്ചാൽ അന്നജമാണ്. ഇതിൻ്റെ ഒപ്പം മധുരം കൂടി ചെല്ലുമ്പോൾ ഇത് വയറ്റിൽ കിടന്ന് പുളിപ്പിക്കൽ പ്രക്രിയ നടക്കും.
അതിൻ്റെ ഭാഗമായിട്ടും ഇതുപോലെ അമ്ലത്വം ഉണ്ടാകാം, അത് മുകളിലേക്ക് കയറാം, പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ മധുരം കഴിക്കുന്നതിന് ഏറ്റവും നല്ല യോജിച്ച സമയം എന്ന് പറയുന്ന ആഹാരത്തിന് ഒരു 1.5 മണിക്കൂർ മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുമ്പോൾ ആഹാരം മാത്രമായിരിക്കണം, അത് നല്ലപോലെ ചവച്ചിറക്കി കഴിക്കുകയും വേണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ പ്രശ്നമൊക്കെ ചിലർ ചോദിക്കേണ്ട അപ്പോൾ കഞ്ഞി കുടിച്ചാൽ എങ്ങനെയാണ്, ചിലർ ചോദിക്കും, ഈ മുടന്തന്യായികൾ ചോദിക്കുന്ന ഒരുപാട് പേര് കാണും. കഞ്ഞി എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളവും അന്നജമാണ്. മറ്റു വെള്ളം കുടിക്കുന്നത് പോലെയല്ല നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ, അതും ആ വെള്ളം പോലും അന്നജമാണ്. ചോറുണ്ടുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെയല്ല, അത് വെറും വെള്ളമാണ്. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ഇത്തരം പരിശോധനകൾ നടത്തിയാൽ നമുക്ക് രോഗകാരണം കൃത്യമായി മനസ്സിലാക്കാം, അത് പരിഹരിക്കാം. ഒരുപാട് പേരിൽ അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസർ ഈ അശ്രദ്ധയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഒക്കെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവർ ചികിത്സിച്ച് നടക്കും. അവസാനമാണ് ഇത് ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലാണ് അവർ ആശുപത്രിയിൽ വിദഗ്ധോപദേശം തേടാനെത്തുക. അപ്പോൾ ഇത്തരം ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ വയറും നെഞ്ചും കൂടെ ചേരുന്ന ഭാഗത്ത് തൊട്ടൊന്ന് അമർത്തിയാൽ അവർക്ക് വേദന ഉണ്ടാകും. അത് വേറൊരു കാര്യമാണ്, അവിടെ നീർക്കെട്ടുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചികിത്സ ചെയ്യേണ്ടത് ഗ്യാസിനല്ല, ഈ അണുബാധയും നീർക്കെട്ടും ഇല്ലാതാക്കാനാണ്. അതിനേറ്റവും പുതിയ അറിവുകളനുസരിച്ച് വളരെ ലളിതമായ ചികിത്സകളുണ്ട്. അത് ഡോക്ടറോട് ചോദിച്ചു തന്നെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം. വിവരം കേട്ടോ പറഞ്ഞ് ചികിത്സിക്കരുത്. അപ്പോൾ ഈ വയറും നെഞ്ചും കൂടെ ചേരുന്നിടത്ത് അമർത്തുമ്പോൾ വേദനയും നെഞ്ചരിച്ചിലും ദഹനേന്ദ്രിയ വിശപ്പ് കുറവ്, അല്ലെങ്കിൽ കഴിച്ചാൽ ദഹിക്കാതെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്, സ്വയം ചികിത്സിക്കരുത്, ഡോക്ടറെ കാണുക തന്നെ വേണം. അങ്ങനെ കൃത്യമായി ഈ അസ്വസ്ഥതകൾ കാണുമ്പോൾ തന്നെ ചികിത്സിച്ച് തുടങ്ങിയാൽ നമുക്കൊരു ഗുരുതരാവസ്ഥ വളരെ ഭാവിയിലുണ്ടാകാവുന്ന വളരെ ഗുരുതരമായൊരു പ്രശ്നം ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഗ്യാസ് എന്ന് പറയുന്നൊരു വാക്ക് ഒരു വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.